ഇവിടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക്കലി വരണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ ഈ പർട്ടിക്കുലർ ഡാറ്റ കംപ്ലീറ്റ് ഇറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഈക്വൽ ടു അടിച്ചിട്ട് ഈഫ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈസ് ബ്ലാങ്ക് എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ അതായത് നെയിമിൻ്റെ നേർക്ക് പോയിട്ട് ക്ലിക്ക് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതായത് ഈ നെയിമിൻ്റെ നേർക്ക് ബ്ലാങ്ക് ആണെങ്കിൽ എന്ത് വരണം, സീരിയൽ നമ്പറിൽ ബ്ലാങ്ക് ആയിരിക്കണം. ഓക്കെ, ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതേ ജീൻ്റെ സ്ഥലത്ത് തന്നെ കൊടുക്കുക. ഓക്കെ, അതായത് നെയിമിൻ്റെ നേർക്ക്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഈ G4ൻ്റെ ഫ്രണ്ടിൽ, അതായത് ഫ്രണ്ടിൽ ഫസ്റ്റിലത്തെ G4 ലോക്ക് ചെയ്യുക, F4 അടിച്ചിട്ട്. ഓക്കെ, അതിനുശേഷം എൻ്റർ ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഫോർമുല കംപ്ലീറ്റ് അങ്ങ് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡാറ്റ ഓട്ടോമാറ്റിക് അത് സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് സീക്വൻസുള്ള മെത്തേഡും കൂടി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സീക്വൻസ് എന്നുള്ള ഫംഗ്ഷൻ ഈ ഒരു എക്സലിൽ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ടാണ്. ഓക്കെ.